ആണവധാരണയ്ക്ക് ഇറാൻ തയ്യാറെന്ന് വ്യക്തമാക്കുന്നതായി ഡൊണാൾഡ് ട്രംപ്. ശക്തമായ സൈനിക നടപടിയിൽ നിന്നും രക്ഷ നേടാൻ അത്തരം നീക്കം അനിവാര്യമെന്ന് ഇറാന് ബോധ്യപ്പെട്ടതായും ട്രംപ് അറിയിച്ചു. ധാരണയിൽ എത്തിയില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ തിരിച്ചറിയുന്നുവെന്നും ട്രംപ് പറഞ്ഞു. US കപ്പൽ പടയെ ഇറാനിലേക്ക് അയച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും ട്രംപ് നൽകിയിരുന്നു. Large armada, flotilla, you can call it whatever you want, heading toward Iran right now, even larger than what we had in Venezuela. It's still in front of Venezuela. The Venezuelan situation, the leadership is doing a very good job. We're very happy and we're getting along very, very well. And we're inviting countries of the world very shortly. They're going to be starting to take the oil. We're going to be heading that with the country. And it's worked out really well. We're now sending actually a larger number of ships to Iran. And hopefully we'll make a deal. If we do make a deal, that's good. If we don't make a deal, we'll see what happens. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, സ്വാഗതം. എന്തായാലും അമേരിക്കയുടെ ഭീഷണിയെ തുടർന്ന് ഇറാൻ ആണവധാരണയ്ക്ക് തയ്യാറാകുന്നു എന്നാണോ വ്യക്തമാകുന്നത്? ഡൊണാൾഡ് ട്രംപ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ ഐസൺ. തീർച്ചയായും വിനോദ്, ഡൊണാൾഡ് ട്രംപ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ട വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ ഒരു ആണവ ധാരണയ്ക്ക് തയ്യാറാണ്. കാരണം ശക്തമായ സൈനിക നടപടിയിൽ നിന്നും സ്വയം രക്ഷ നേടാൻ അത് തന്നെയാണ് ഒരു അന്തിമ മാർഗമെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 6 മാസം മുമ്പ് നടന്ന അതിശക്തമായ ആക്രമണവും ഇപ്പോൾ നടക്കുന്ന, അതായത് ഇപ്പോൾ ഏതാണ്ട് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി പുറത്തു വന്ന വിവിധ വാർത്തകളുണ്ട്. ഇന്ന് 2 ദിവസം മുമ്പ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇറാനെ ആണവധാരണയിലെത്തിയില്ലെങ്കിൽ നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്വാഭാവികമായും അബ്രഹാം ലിങ്കൺ എന്ന പേരുള്ള ഏറ്റവും ശക്തമായ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ആ പ്രദേശത്തേക്ക് മൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. വലിയൊരു സൈനിക സംവിധാനമാണ് അമേരിക്ക അങ്ങോട്ട് അയക്കുകയും ചെയ്തത്. അത്തരത്തിൽ നാവിക സൈനിക സംവിധാനമാണ് അയക്കുകയും ചെയ്തത്. ഈ സാഹചര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ധാരണയ്ക്ക് ഇറാൻ തയ്യാറാണ് എന്ന സൂചന ലഭിക്കുന്നതായാണ് ഇപ്പോൾ US പ്രസിഡന്റ് തന്നെ വളരെ കൃത്യമായി അറിയിച്ചിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടിയായാണ് അദ്ദേഹം ഈ നിലപാട് അറിയിക്കുകയും ചെയ്തത്. ആ നിലപാടിൽ നിന്നും വ്യക്തമാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. വെനസ്വേലയിലെ നടപടിക്ക് സമാനമായ മറ്റൊരു നടപടി ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇത്തരത്തിലൊരു നടപടി അതിശക്തമായി തങ്ങൾക്ക് മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ പീറ്റ് ഹെഗ്സെറ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത്തരം സൂചനകൾ കൂടി നൽകിയാണ് ഇറാൻ ഇത്തരത്തിലൊരു ആണവ പരീക്ഷണത്തിനോ അല്ലെങ്കിൽ ആണവ ധാരണയ്ക്ക് തയ്യാറായി അമേരിക്കയുമായി ഒരു സമാധാന ധാരണയ്ക്ക് നീങ്ങുന്ന ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ അത്തരം സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്ന ഒരു വിശദീകരണം നൽകിയത്. നമുക്കറിയാവുന്നതാണ്, കടുത്ത നടപടി ഉണ്ടായാൽ ഇനിയും ഇറാൻ വലിയ പ്രതിസന്ധികൾ നേരിടുമെന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അത്തരം എന്തെങ്കിലും നിലപാട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയും ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇറാനുമായി ഒരു ധാരണയിലേക്ക് അല്ലെങ്കിൽ ആണവ ധാരണയിലേക്ക് ഇറാൻ എത്തുന്നതിനുള്ള എല്ലാ സമ്മർദ്ദങ്ങളും അമേരിക്ക പയറ്റുന്നു. അതൊട്ടൊക്കെ ഫലിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. വ്യക്തമാണ്, അമേരിക്കയുടെ ഭീഷണിയെ തുടർന്ന് ഇറാൻ ആണവ ധാരണയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്.